നമുക്കേ അയൽക്കൂട്ടം തുറക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാം. ഇതിൽ ഏറ്റവും താഴെ കണ്ടോ, ഹോം, ടാസ്ക്, മീറ്റിംഗ്സ്, SHG, മോർ, അങ്ങനെ ഒരു 5 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ മീറ്റിംഗ് കട്ട് ഓഫ് ആണ് നമുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് എടുക്കാം. മീറ്റിംഗ് എടുത്തിട്ട് ഓരോ മീറ്റിങ്ങുകളും ഇവിടെ ചെയ്തു വെച്ച മീറ്റിങ്ങുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചെയ്യാത്തൊരു അയൽക്കൂട്ടം എടുത്തിട്ട് അതിൽ സിങ്ക് ഡാറ്റ കൊടുക്കുക. ഇത് മൊത്തം കട്ട് ഓഫ് ചെയ്ത് തീർന്നത് കാരണമാണ് ഇത് ഇങ്ങനെ വ്യൂ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നത്. ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ സിങ്ക് ഡാറ്റ വരും. സിങ്ക് ഡാറ്റ കൊടുക്കുമ്പോൾ നമ്മളോട് പിന്നെ മീറ്റിംഗ് ഡേറ്റും മീറ്റിംഗ് നമ്പറും ചോദിക്കുന്നുണ്ട്. മീറ്റിംഗ് ഡേറ്റ് കൊടുക്കേണ്ടത് നമ്മൾ നിൽക്കുന്ന മാസം നവംബർ മാസമാണ്. നവംബർ 18th ആണ്. അപ്പം നമ്മൾ കൊടുക്കേണ്ട മാസം ഒക്ടോബർ ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുക. ഒക്ടോബർ 30 കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ മീറ്റിംഗ് നമ്പർ അവർ എന്നാണോ അയൽക്കൂട്ടം തുടങ്ങിയത് ആ വർഷം മുതൽ ഇപ്പോൾ ഈ ഒക്ടോബർ 30 വരെ അവർ എത്ര അയൽക്കൂട്ടങ്ങൾ കൂടി എന്നുള്ളതാണ് കണക്ക്. അതായത് മാസത്തിൽ 4 തവണ, വർഷത്തിൽ 4 × 12 56 തവണ അങ്ങനെ വെച്ചിട്ട് ഗുണിച്ച് നോക്കിയിട്ട് അവിടെ മീറ്റിംഗ് നമ്പർ കൊടുത്താൽ മതി കേട്ടോ. ദെൻ നമുക്ക് അയൽക്കൂട്ടം തുറക്കാം. ജനറേറ്റ് മീറ്റിംഗ് അടിച്ച് അയൽക്കൂട്ടം തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് കാണാം. അറ്റൻഡൻസ്, മെമ്പർ ട്രാൻസാക്ഷൻ, ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെയ്ത് തീർത്ത് വെച്ചതായതുകൊണ്ടാണ്. ഇത് അറ്റൻഡൻസ് എടുക്കുക. അറ്റൻഡൻസ് എടുക്കുമ്പോൾ മുകളിൽ ഇതിപ്പോൾ ഞാൻ ജൂൺ വെച്ചാണ് കട്ട് ഓഫ് കൊടുത്തത്. അതാണ് ജൂണിൻ്റെ ഡേറ്റ് അവിടെ വന്നത്. അത് കഴിഞ്ഞ് മീറ്റിംഗ് നമ്പർ ആണ് അവിടെ ബ്രാക്കറ്റിൽ കാണിക്കുന്നത്. ഇതേപോലെ മീറ്റിംഗ് നമ്പർ നിങ്ങൾ ഏത് മീറ്റിംഗ് നമ്പറാണോ കൊടുത്തത് ആ മീറ്റിംഗ് നമ്പർ അവിടെ കാണിക്കും. അതിനനുസരിച്ച് ഓരോ അംഗങ്ങൾക്കും നമ്മൾ അറ്റൻഡൻസ് കൊടുക്കണം. മൊത്തം അറ്റൻഡൻസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്ക് അടിച്ച് പോരുക. സേവ് കൊടുത്ത് ബാക്ക് അടിച്ച് പോരുക. ബാക്ക് അടിച്ച് പോന്നിട്ട് മെമ്പർ ട്രാൻസാക്ഷൻ അപ്പോൾ എന്ത് വരും, അറ്റൻഡൻസിൽ അവിടെ മൊത്തം അംഗങ്ങളുടെ അറ്റൻഡൻസ് ആണ് കാണിക്കുക കേട്ടോ. ദെൻ മെമ്പർ ട്രാൻസാക്ഷൻ എടുക്കുക. മെമ്പർ ട്രാൻസാക്ഷൻ എടുത്തിട്ട് അതിൽ 5 സബ് ഓപ്ഷൻ ഉണ്ട്. മെമ്പർ സേവിങ്സ്, മെമ്പർ ക്ലോസ്ഡ് ലോണ്, മെമ്പർ ആക്റ്റീവ് ലോണ്, റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ്, പെയ്ഡ് മെമ്പേഴ്സ്. ഇതിൽ മെമ്പർ സേവിങ്സ് എടുക്കുക. മെമ്പർ സേവിങ്സ് എടുത്തിട്ട് മെമ്പർ സേവിങ്സിന് നമ്മൾ ഏതാണോ കട്ട് ഓഫ് ഡേറ്റ് കൊടുത്ത് ആ ഡേറ്റ് വരെ ആ മെമ്പറിന് എത്രയാണ് അവരുടെ ത്രിഫ്റ്റ് സമ്പാദ്യം എന്നുള്ളത് നോക്കിയിട്ട് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കമ്പൽസറി സേവിങ്സിൻ്റെ അവിടെ കേട്ടോ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരും എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ടോട്ടൽ നമുക്ക് ഓട്ടോമാറ്റിക് അവിടെ കാണിക്കും. ആ ക്യാഷും അവരുടെ രജിസ്റ്ററിലുള്ള ക്യാഷും ഒന്നാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ അത് കഴിഞ്ഞ് സേവ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്ക് അടിച്ചു പോരുക. എന്നിട്ട് മെമ്പർ ക്ലോസ്ഡ് ലോൺ ക്ലിക്ക് ചെയ്യാം. മെമ്പർ ക്ലോസ്ഡ് ലോൺ എന്ന് വെച്ചാൽ അയൽക്കൂട്ടം തുടങ്ങിയ അന്ന് മുതൽ അയൽക്കൂട്ടം ഇപ്പം നിലനിൽക്കുന്നത് വരെ എത്ര പേര് ലോൺ എടുത്ത് ക്ലോസ് ചെയ്തു, അത് എത്ര രൂപയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ കണ്ടോ 2, 4, 3, 4 അങ്ങനെ വന്നിട്ട് ഇതിപ്പോൾ ഈ ഉദാഹരണം പറയാം. ഇപ്പം ഈ ആമിന എന്ന് പറഞ്ഞ അയാൾ അയൽക്കൂട്ടത്തിൽ കയറിയിട്ട് 2 പ്രാവശ്യമാണ് ലോൺ എടുത്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇത് കണ്ടോ 2 പ്രാവശ്യം ലോൺ എടുത്തു. ടോട്ടൽ നമ്പർ ഓഫ് ലോൺ 2. ആ ലോണ് ആ 2 പ്രാവശ്യം കൂടി എടുത്തു. ഒരു പ്രാവശ്യം ഇപ്പോൾ 16,000, അടുത്തൊരു പ്രാവശ്യം 16,000 ആണ് എടുത്തുന്നുണ്ടെങ്കിൽ ആ 2 പ്രാവശ്യത്തെ 16,000 കൂട്ടി 32,000 ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അത് സംഭവം മനസ്സിലായില്ലേ? അതുപോലെ എല്ലാവരുടെ എഴുതുക. മൊത്തം അംഗങ്ങളിൽ എത്ര ലോൺ എടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ലോൺ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ രജിസ്റ്ററിൽ വളരെ കൃത്യമായിട്ടുണ്ടാവും. അത് വാങ്ങിയിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. പഴയ രജിസ്റ്ററും കൂടി കളക്ട് ചെയ്തിട്ട് ചെയ്യണേ. ദെൻ ബാക്ക് അടിച്ചു വരാം. മെമ്പർ ആക്റ്റീവ് ലോണ്, അടുത്തത് മെമ്പർ ആക്റ്റീവ് ലോണ്. നിലവിലെ ഓരോ അംഗങ്ങൾക്കുമുള്ള ലോണുകളാണ് കാണിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് മെമ്പറിൻ്റെ അവിടെ മെമ്പർ എന്ന് പറഞ്ഞിട്ട് അവിടെ മെമ്പേഴ്സിൻ്റെ നമ്പർ വരും. സെക്കൻഡ് വണ്ണ് ഇവിടെ പലയിടത്തും 2 എന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ അയൽക്കൂട്ടത്തിന് ലിങ്കേജ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ടോട്ടൽ ആക്റ്റീവ് ലോൺ 2 കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇവരുടെ ത്രിഫ്റ്റ് ലോണ് കൊടുക്കുക. ഒരു അംഗത്തിന് എടുക്കുക, എന്നിട്ട് അവരുടെ ത്രിഫ്റ്റ് സമ്പാദ്യം കൊടുക്കുക. ഇതാണ്, ഇങ്ങനെയാണ് വരിക. അപ്പം നമ്മൾ മെമ്പർ എന്നുള്ളടത്ത് മെമ്പറിന്റെ നെയിം സെലക്ട് ചെയ്യുക. അവർ എത്ര ലോൺ എമൗണ്ട് എടുത്തിട്ടുണ്ടോ അതാണ് കൊടുക്കേണ്ടത്. കാറ്റഗറി, അവർ എന്ത് പർപ്പസിനാണ് ലോൺ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കൺസംഷൻ ആണെങ്കിൽ കൺസംഷൻ കൊടുക്കുക. അതിലാണ് നമ്മുടെ വീടുത്തെ ചെലവ്, അതായത് പിന്നെ ലോണ് നമ്മൾ ലോൺ എടുക്കൂലേ, അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയൽക്കൂട്ടത്തിന് ലോൺ എടുക്കുക. അതൊക്കെ ഈ കൺസംഷനിലാണ് വരിക കേട്ടോ. അതിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അഗ്രികൾച്ചറിനാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ലൈഫ് സ്റ്റോക്ക്, ഫിഷറീസ്, NTFP എന്ന് പറഞ്ഞാൽ കാടുകളിലുള്ള ഉൽപ്പന്നങ്ങളാണ്. പിന്നെ നോൺ ഫാം, അങ്ങനെ ഒരു 5 കാറ്റഗറി ഇതിൽ വരുന്നുണ്ട്. അതിന് സബ് ഓപ്ഷനും ഉണ്ടാവും. പിന്നെ ലോൺ ഡിസ്പേഴ്സ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നാണ് ലോൺ എടുത്തത് ആ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു വർഷം ആനുവലാണ് ചോദിക്കുന്നത്. ഒരു വർഷത്തിന് അവർക്ക് എത്ര ഇൻട്രസ്റ്റ് വാങ്ങുന്നത്, ഈ ക്യാഷിന് അവർ എത്ര ഇൻട്രസ്റ്റ് വാങ്ങണം എന്നാണ് ചോദിക്കുന്നത്. ഇതിവിടെ 0 ആണ് വാങ്ങുന്നത്, അതുകൊണ്ടാണ് 0 ആക്കിയത്. പിന്നെ പ്രിൻസിപ്പൽ റീപെയ്ഡ്, നല്ലോണം ശ്രദ്ധിക്കണം. പ്രിൻസിപ്പൽ റീപെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 51,000 രൂപയാണ് അവരെ ലോൺ എമൗണ്ട്. ഇതിൽ 37,000 രൂപ തിരിച്ചടച്ചു. അവർ തിരിച്ചടച്ച സംഖ്യയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി അടക്കാനുള്ളതല്ല, ഇതുവരെ അടച്ച സംഖ്യയാണ് കൊടുക്കേണ്ടത്. അത് ഇവിടെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ അവിടെ ഇനി തിരിച്ചടക്കാനുള്ള പൈസ വരും. പിന്നെ പ്രിൻസിപ്പൽ ഓവർ ഡ്യൂവും ഇൻട്രസ്റ്റ് ഓവർ ഡ്യൂവും നമ്മൾ കൊടുക്കണ്ട. റിമൈനിങ് പീരീഡ് മന്ത്സ് എന്ന് പറഞ്ഞാൽ ഇനി അവരെത്ര മാസം കൊണ്ട് തിരിച്ചടക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സേവ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ EMI നോ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ വരും. അത് ഇപ്പം നിങ്ങൾ നോ കൊടുത്താൽ മതി കേട്ടോ. ദെൻ ബാക്ക് അടിച്ചു പോരുക. അടുത്ത മെമ്പേഴ്സിനെ ഇങ്ങനെ ഓരോ മെമ്പേഴ്സിനും കൊടുക്കുക കേട്ടോ. അപ്പോൾ കൊടുക്കുമ്പോൾ വീണ്ടും ഞാൻ പറയണു, ശ്രദ്ധിക്കണം. ഇവരിവിടെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ടോട്ടൽ വന്ന എമൗണ്ടും അവർക്ക് അവിടെ രജിസ്റ്ററിൽ വന്ന എമൗണ്ടും വളരെ കൃത്യമാണോ എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ അടുത്തത് റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ് ഒന്നുമില്ല, പെയ്ഡ് മെമ്പേഴ്സ് സ്കിപ്പ് ചെയ്യുക. രണ്ടും ഇപ്പോൾ സ്കിപ്പ് ചെയ്യണം. ദെൻ ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് സ്കിപ്പ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഗ്രൂപ്പ് ക്ലോസ്ഡ് ലോൺ എന്ന് വെച്ചാൽ നമ്മൾ ലിങ്കേജ് ഒക്കെ ഗ്രൂപ്പായിട്ട് എടുക്കുന്ന ലോണുകളെല്ലാം ഇവിടെ ക്ലോസ്, ഇപ്പം ലിങ്കേജ് ഒക്കെ എടുത്ത് അത് ക്ലോസ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. ദെൻ ബാക്ക് അടിഞ്ഞു പോകുന്ന പിന്നെ ഗ്രൂപ്പ് ആക്റ്റീവ് ലോണിൽ ഇവർ ലിങ്കേജ് കൊടുത്തതാണിത്. ഇതിൽ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, പുതുതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ പ്രൊഫൈലിൽ നമ്മൾ അവർ ലിങ്കേജ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൊഫൈലിൽ ആ ലിങ്കേജിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അത് അപ്രൂവലിന് വിടണം. വീണ്ടും ഞാൻ പറയുന്നു, നമുക്ക് ആദ്യത്തെ അപ്ഡേഷനിൽ ഓട്ടോമാറ്റിക് ഇതിൽ കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നു അക്കൗണ്ട്. പക്ഷെ ഇപ്പം അത് പറ്റുന്നില്ല. ഇപ്പം നമ്മൾ പ്രൊഫൈലിൽ പോയിട്ട് ഈ ബാങ്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് അപ്രൂവലിന് വിടണം. BPM അത് അപ്രൂവ് ചെയ്തതിന് ശേഷം അയൽക്കൂട്ടം റീഫ്രഷ് ഡാറ്റ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് മാസ്റ്റർ ഡാറ്റ ഒക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ളൂ നമുക്ക് ഇത് കയറി വരിക. അപ്പം നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അത് ആദ്യം ശ്രദ്ധിക്കണം. അവർക്ക് ലിങ്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് മാത്രം കട്ട് ഓഫ് തുടങ്ങിയാൽ മതി. അതിന് മുമ്പ് കട്ട് ഓഫ് തുടങ്ങാൻ ശ്രമിക്കരുത് കേട്ടോ. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്ക് കൊടുക്കുക, ലോൺ നമ്പർ അവിടെ ഓട്ടോമാറ്റിക് വരും. ഇത് ബോറോഡ് ഫ്രം പറഞ്ഞിട്ട് ഇപ്പോൾ ബാങ്ക് ഓട്ടോമാറ്റിക് വരികയാണ്. നമ്മളൊന്നും ചെയ്തു കൊടുക്കണ്ട. ബാങ്ക് വരുമ്പോൾ ആ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ മൊത്തം അടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ അവർ ലോൺ എമൗണ്ട് എത്ര എടുത്തതെന്ന് വെച്ചാൽ കൊടുക്കുക. ഫണ്ട് സോഴ്സ് ബാങ്ക് ലോൺ കൊടുക്കുക. ലോൺ ഡിസ്പേഴ്സ്മെന്റ് ഡേറ്റ് അറിയാലോ, നമുക്ക് അവർ ലോൺ ഡിസ്പേഴ്സ് ചെയ്ത് ഡേറ്റ് ആണ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ശതമാനമാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പ്രിൻസിപ്പൽ റീപെയ്ഡ് മുന്നേ പറഞ്ഞ പോലെ തന്നെ എത്ര തിരിച്ചടച്ചു, ഇനി എത്ര തിരിച്ചടക്കാനുണ്ട് എന്നുള്ളത് താഴെ വരും. ദെൻ റിമൈനിങ് പീരീഡ് എത്ര മന്ത് ഉണ്ട് ഇനി തിരിച്ചടക്കാൻ എന്നുള്ളതാണ് ചോദിക്കണേ. EMI ഇവിടെയും നോ കൊടുക്കണേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ നമ്മൾ വെച്ച് മൊത്തം ഡീറ്റെയിൽ കൊടുത്തു. ഇനി ഇത് ആരൊക്കെ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അത് നമ്മൾ നേരത്തെ നമ്മൾ മെമ്പർ ആക്റ്റീവ് ലോണിൽ കൊടുത്തില്ലേ, മെമ്പർ ആക്റ്റീവ് ലോണിൽ കൊടുത്ത പോലെ തന്നെ ഒന്നും കൂടെ മെമ്പർ ആക്റ്റീവ് ലോൺ എടുക്കുക.
ഒന്നുകൂടെ മെമ്പർ ആക്റ്റീവ് ലോൺ എടുത്തിട്ട് ഇത് കണ്ടോ, ആമിന എന്ന് പറഞ്ഞ ആൾക്ക് രണ്ടെണ്ണം വന്നത് കണ്ടോ, ഒന്ന് ലിങ്കേജും ഒന്ന് ത്രിഫ്റ്റ് ലോണാണ് ഇവർക്കുള്ളത്. അപ്പൊ ഈ ലിങ്കേജ് ആണ് താഴെ കാണുന്നത്. അപ്പൊ ഒരു പ്ലസ് ബട്ടൺ ഇട്ട് ഇവിടെ മെമ്പർ കൊടുക്കുക, അവരെടുത്ത ലോൺ എമൗണ്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ത്രിഫ്റ്റ് ആക്റ്റീവ് ലോൺ കൊടുക്കുന്ന പോലെ തന്നെ ലിങ്കേജ് അവരെത്ര എടുത്തത്, അത് ഇനി എത്ര തിരിച്ചടക്കാനുണ്ട്, എന്നാണ് അവരെടുത്തത്. അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഗ്രൂപ്പിൽ കൊടുത്ത പോലെ മെമ്പേഴ്സിന് കൊടുക്കരുത്. മെമ്പേഴ്സിന് അവിടെ 0 വെച്ച് കൊടുക്കണം. റിമൈനിങ് പീരീഡ് മുന്നേ കൊടുത്ത പോലെ തന്നെ 21 മാസം കൊടുക്കണം കേട്ടോ. ദെൻ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് ഉള്ളത് CC ലിമിറ്റ് ഇപ്പൊ സ്കിപ്പ് ചെയ്യാം. ഗ്രൂപ്പ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാല് ഇതില് ഫസ്റ്റ് ബാങ്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിയ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് മൊത്തം സംഖ്യ എത്രയാണ് ആ സംഖ്യയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ ബാക്ക് അടിച്ചു പോന്നിട്ട് ഇവർക്ക് വേറെ എന്തെങ്കിലും ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. ദെൻ അടുത്തത് ഫണ്ട് ഗ്രാൻഡ് അഡ്വാൻസ് റിസീവ്ഡ്. ഇതിലെന്താന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടിയ റിവോൾവിംഗ് ഫണ്ട്, മാച്ചിങ് ഗ്രാൻഡ്, ഇത് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടും അവിടെ ആഡ് ചെയ്യണം. റിവോൾവിംഗ് ഫണ്ട് ഇപ്പൊ ഇവിടെ 20,000 രൂപ ഈ ആൾക്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ റിസീവ്ഡ് ഫ്രം നിന്നിലെടുത്ത് VO സെലക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഫണ്ട് സോഴ്സ് കൊടുക്കുമ്പോൾ റിവോൾവിംഗ് ഫണ്ട് കൊടുക്കുക. എമൗണ്ട് കൊടുക്കുമ്പോൾ എത്രയാണോ എമൗണ്ട് അത് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് സേവ് കൊടുക്കുക. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, VO ഫണ്ട് സോഴ്സ് റിവോൾവിംഗ് ഫണ്ട്, ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ്, അവർക്ക് എത്രയാണോ കിട്ടിയത് അത് കിട്ടി. ഇതിപ്പോ ഇവിടെ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ, VO ഉണ്ട്, CLF ഉണ്ട്, എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് അത് കൊടുക്കണേ. പിന്നെ ഫണ്ട് സോഴ്സ് ഇതൊക്കെ അതിൽ വരുന്നതാണ്, അത് കൊടുത്തു. നെക്സ്റ്റ് മാച്ചിങ് ഗ്രാൻഡ് ആണ് കിട്ടിയത്. മാച്ചിങ് ഗ്രാൻഡ് ആകുമ്പോൾ അതിൽ കൊടുക്കേണ്ടത് VO സെലക്ട് ചെയ്തിട്ട് അതർ ഫണ്ട്സ് ഗ്രാൻഡ് ഡൊണേഷൻ പറഞ്ഞിട്ടാണ് ഈ 5,000 രൂപ കൊടുക്കേണ്ടത്. ഈ മാച്ചിങ് ഗ്രാൻഡും റിവോൾവിംഗ് ഫണ്ടും നമുക്ക് കിട്ടിയത് എന്താണ് അവർ ചെലവഴിച്ചത്. ഇപ്പം അത് ഈ ആൾക്കൂട്ടത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇവർ ഇത് ലോണായിട്ട്, ത്രിഫ്റ്റ് ലോണായിട്ട് അംഗങ്ങൾക്ക്, ത്രിഫ്റ്റിന്റെ കൂടെ തന്നെ അംഗങ്ങൾക്ക് കൊടുക്കുവാണ്. അപ്പൊ നമുക്ക് ഇവിടെ വലിയ ഇഷ്യൂ ഇല്ല. ചില അയൽക്കൂട്ടങ്ങൾ അത് ഒന്നുകിൽ ഒരാൾക്ക് ഇങ്ങനെ റിവോൾവ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതർ ഇൻകം പറഞ്ഞിട്ട് നമുക്കവിടെ കൊടുക്കേണ്ടി വരും, അൺമാച്ചിൽ കാണിക്കുവാണെങ്കിൽ കേട്ടോ. പിന്നെ ഗ്രൂപ്പ് പേയ്മെന്റിൽ ഇത് ഇവര് പിന്നെ നമ്മളിവിടുന്ന് ADSനൊരു VOക്കൊരു പിന്നെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ക്യാഷാണ് ഈ 1,500. ഇവിടെ അയൽക്കൂട്ടത്തിന് ബാങ്കിൽ നിന്ന് എടുത്ത് എന്തെങ്കിലും ക്യാഷ് ചെലവായിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഗ്രൂപ്പ് പേയ്മെന്റിൽ കാണിക്കാം. പിന്നെ ഗ്രൂപ്പ് പ്രോപ്പർട്ടി, ഗ്രൂപ്പിന് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കണം കേട്ടോ. ഗ്രൂപ്പ് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് കാണിക്കണം. അവർ കിട്ടിയ സംഖ്യ കൊണ്ട് വല്ല സ്ഥലം വാങ്ങുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അതവിടെ കാണിക്കാം. നെക്സ്റ്റ് ക്യാഷ് ബാലൻസ്. ഇപ്പൊ നമ്മൾ കട്ട് ഓഫ് കൊടുത്തിട്ടുള്ളത് എത്രയാ, 30/6/2025. ഈ 30/6/2025 ഉള്ളില് അവരെ കയ്യിൽ വല്ല ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാങ്കിൽ അടക്കാതെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കണം. എങ്ങനെ കാണിക്കേണ്ടതെന്ന് വെച്ചാല് ഡേറ്റ് കൊടുക്കേണ്ടത് 30/6/2025. അപ്പോൾ ബാങ്കിൽ ചിലപ്പോൾ അവർ അടച്ചിട്ടുണ്ടാവുക 15-ാം തീയതി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അയൽക്കൂട്ടം ഒരു 2 പ്രാവശ്യം കൂടിയിട്ടുണ്ടാവുമല്ലോ. ആ 2 പ്രാവശ്യം കൂടിയ ക്യാഷ് അവരെ കയ്യിലാവും. ആ പൈസ ഇവിടെ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കൊടുക്കണം. ദെൻ ഇനി അടുത്തത് ബാങ്ക് ബാലൻസ്. നമ്മൾ എടുത്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവര് 12-ാം തീയതിയാണ് ലാസ്റ്റ് ബാങ്കിൽ ക്യാഷ് അടച്ചത്. അപ്പൊ 12 ഡേറ്റ് കൊടുത്തിട്ട് 30-ാം തീയതിന്റെ മുന്നേ 12-ാം തീയതിയാണ് അവര് ക്യാഷ് ബാങ്കിൽ അടച്ചത്. അപ്പൊ ഈ 12/5 ഇത് കഴിഞ്ഞ മാസം, അതായത് 30/6 ഞാൻ കട്ട് ഓഫ് കൊടുത്തത്. ഇവര് 12/5 അതായത് അതിന് മുന്നത്തെ മാസം 12-ാം തീയതിയാണ് അവര് ബാങ്കിൽ പൈസ അടക്കുന്നത്. പിന്നെയുള്ള പൈസയൊക്കെ അവരെ കയ്യിലാണുള്ളത്. അപ്പൊ അന്നുള്ള ബാങ്ക് ബാലൻസ് ആണ് ഈ 12,396 രൂപ കേട്ടോ.
ഇതുവരെ ചെയ്തത് മനസ്സിലായി എന്ന് പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇതൊക്കെ ചെയ്ത് വെച്ചത് കാണണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ സമ്മറി ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് ഓരോന്നും വന്നത് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കണ്ടോ, എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ദെൻ ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആയി. ഇനി അൺമാച്ച് എമൗണ്ട് ഒന്നുമില്ല. ഇതിൽ കണ്ടില്ലേ, അൺമാച്ച് എമൗണ്ട് 0, സസ്പെൻഡ് അക്കൗണ്ട് 0. ഇങ്ങനെ കിടക്കാന്നുണ്ടെങ്കിൽ സെൻഡ് ഫോർ അപ്രൂവൽ കൊടുക്കുക. സെൻഡ് ഫോർ അപ്രൂവൽ കൊടുക്കുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞു, ക്ലോസ് ആയി എന്നുള്ളത് കാണിക്കും കേട്ടോ.